ഹായ് ഫ്രണ്ട്സ്, എപ്പോക്സി നിർബന്ധമായി ഉപയോഗിച്ചിരിക്കേണ്ട ഒരു സ്ഥലമാണ് ബാത്റൂം. അത് ഫസ്റ്റ് ഫ്ലോർ ബാത്റൂം ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായും അവിടെ എപ്പോക്സി ചെയ്തിരിക്കണം. യാതൊരു കാരണവശാലും വൈറ്റ് സിമെൻറ്റോ ജോയിൻറ്റ് ഫില്ലറോ ബാത്റൂമിൽ ഉപയോഗിച്ച് കളയരുത്. കാരണം വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എപ്പോക്സി ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് മാറ്റ് എപ്പോക്സിയാണ്. മാറ്റിൽ തന്നെ ബ്ലാക്കാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ അതുപോലെ സ്പേസർ ഇടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ കഴിയുന്നതും കോർണറിൽ നമ്മൾ 4 mm സ്പേസർ ഇട്ട് വേണം നമ്മൾ ഇവിടെ എപ്പോക്സി ഉപയോഗിക്കാനായിട്ട്. അതുപോലെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ 3 mm ഗ്യാപ്പ് ഉപയോഗിച്ചാലും മതി. 3 mm സ്പേസർ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ഇനി നമുക്ക് മറ്റ് സ്ഥലങ്ങളിൽ നമുക്ക് എപ്പോക്സി ഉപയോഗിക്കണോ വേണ്ടോ എന്ന് നമുക്ക് നോക്കാം. എപ്പോക്സി ഉപയോഗിച്ച സ്ഥലങ്ങളും ഉപയോഗിക്കാത്ത സ്ഥലങ്ങളും അതിന് രണ്ടിൻ്റെയും വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം. ഇതൊരു ബെഡ്റൂമാണ് കേട്ടോ. ഈ ബെഡ്റൂമിൽ നമ്മൾ എപ്പോക്സി ഉപയോഗിച്ചിട്ടില്ല, ടൈലൊക്കെ ചേർത്താണ് ഇട്ടേക്കുന്നത്. ഇപ്പോൾ ടൈല് ചേർത്തിടുമ്പോഴുള്ള ഒരു പ്രശ്നം ഇതാണ്. നമ്മൾ ടൈല് ചേർത്തിട്ടുകൊണ്ട് ഇവിടെ സാധാരണ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത് വൈറ്റ് സിമെൻറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഈ വൈറ്റ് സിമെൻറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതായിരിക്കും ഇതിൻ്റെ അവസ്ഥ. ഈ അഴുക്കുകൾ പറ്റി പിടിച്ച് നമുക്ക് പെട്ടെന്ന് എടുത്ത് കാണിക്കും. പിന്നെ എത്ര തന്നെ ക്ലീൻ ചെയ്താലും ഇത് പോകത്തില്ല. ഇതായിരിക്കും എപ്പോക്സി ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ എപ്പോക്സി ഉപയോഗിച്ച വേറൊരു സ്ഥലം കൂടിയുണ്ട്. നമ്മുടെ ഹാളിൽ നമ്മൾ എപ്പോക്സി ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ഇവിടെ നമ്മൾ 4 mm സ്പേസർ ഉപയോഗിച്ചാണ് എപ്പോക്സി ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതുണ്ടോ, അത് നമ്മൾ ബാത്റൂമിൽ ഉപയോഗിച്ച അതേ മാറ്റ് എപ്പോക്സി തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിട്ടുള്ളത്. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. എപ്പോക്സി ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് ഞാൻ നിർബന്ധമായിട്ട് പറയുന്നില്ല, വേണമെന്നുള്ളവർ മാത്രം എപ്പോക്സി ഉപയോഗിക്കുക. അല്ലാത്തൊരു ബാത്റൂമിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതിയാവും. അത് തീർച്ചയായിട്ടും നിങ്ങൾ ബാത്റൂമിൽ ചെയ്തിരിക്കണം. ഓക്കെ, നമുക്ക് ഈ ഇവിടെ ചെയ്തിരിക്കുന്ന എപ്പോക്സിയുടെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇതാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന എപ്പോക്സിയുടെ ഒരു കമ്പനി എന്ന് പറയുന്നത്. ഈ കമ്പനിയുടെ 1 കിലോയ്ക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 1375 രൂപയാണ് 1 കിലോയ്ക്ക് വരുന്ന റേറ്റ് കേട്ടോ. ഇത് പല കമ്പനിക്കും പല റേറ്റാണ്. അതുപോലെ മാറ്റ് അല്ലാതെ തന്നെ നമുക്ക് ഗ്ലാസ് എപ്പോക്സി വാങ്ങിക്കാൻ കിട്ടും. അതിന് റേറ്റ് കൂടുതലാണ് കേട്ടോ. അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് നമുക്ക് അഴുക്കുകൾ പിടിച്ചാലും നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ കുറച്ച് എളുപ്പമായിരിക്കും. അതാണ് അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്. പക്ഷേ ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്